ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഒരു മുട്ടക്കറിയാണ്. മുട്ടക്കറി വന്നിട്ട് ഫസ്റ്റ് ചീനിച്ചട്ടിയിൽ എണ്ണ ചൂടാകുമ്പോഴത്തേനും കടുകിട്ട് കറിവേപ്പിലയിട്ട് സവാളയും പച്ചമുളകും ഇട്ട് നല്ലവണ്ണം വഴറ്റി കൊടുക്കണം. അത് നല്ലവണ്ണം വഴണ്ട് വരുമ്പോഴത്തേനും നമുക്ക് തക്കാളിക്ക് ഇട്ട് കൊടുക്കാം. തക്കാളിക്ക് ഇട്ട് നല്ലവണ്ണം വഴണ്ട് വരുമ്പോഴത്തേനും മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ട് കൊടുക്കണം. ഞാൻ വന്നിട്ട് ഇവിടെ മുളക് പൊടി കാശ്മീരിയാണ് എടുത്തതെന്ന് വെച്ചാൽ പച്ചമുളക് നല്ല എരിവുണ്ടായിരുന്നു. അത് കഴിയുമ്പോഴത്തേനും ഒരു കപ്പ് ചൂടുവെള്ളം, തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇതൊന്ന് ഈ കറി ഒന്ന് നല്ലവണ്ണം കുറുകി തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് തിളയ്ക്കാൻ വെക്കരുത്. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോഴത്തേനും ഗ്യാസിൻ്റെ ഫ്ലെയിം വന്നിട്ട് കുറച്ച് കൊടുക്കണം. ഇത് വന്ന് ജസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുമല്ലോ, ഇത് നല്ല ചൂടായി കയ്യിലെടുത്ത് നോക്കണം ഇത് കറി ചൂടായിട്ടുണ്ടോ എന്ന്. അപ്പോൾ ചൂടാകുമ്പോഴത്തേനും നമുക്ക് മുട്ട, അവിടെ 4 മുട്ടയാണ് എടുത്തത്, 4 പേരാണ്. അപ്പോൾ 4 മുട്ട എടുത്തു. 4 മുട്ട ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്തു, കറി ഇതിൻ്റെ ഉള്ളിൽ പിടിക്കാൻ കാര്യം എടുത്ത് വെച്ച് ഇതൊന്ന് ഓഫാക്കാം. അത് കഴിഞ്ഞിട്ട് കഴിച്ച് നോക്കി, സൂപ്പർ ടേസ്റ്റായിരുന്നു. പൂരിയുടെ കൂടെയാണ് ഞാൻ ഇത് രാവിലെ മുട്ടക്കറി വെച്ചത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്